നമ്മൾ വിയർക്കുന്ന എന്തുകൊണ്ട്? നല്ലൊരു ചോദ്യം. ചൂടുണ്ട്. അതാണ്, ചൂടെടുത്താണ് മിക്ക ആൾക്കാരും വിയർക്കുന്നത്. തണുത്ത് വിയർത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ കരിയറിൽ ഞാൻ കണ്ടു. നമ്മൾ ചൂടെടുക്കുമ്പോൾ AC ഇടുന്നു, അല്ലെങ്കിൽ നമ്മളിരുന്ന് വിയർക്കും. വിയർക്ക ഇഷ്ടമില്ലാത്തവരാണ് AC ഇടുന്നത്. അതെ. ഈ വിയർത്ത് പണിയാണെന്ന് പറയത്തില്ല, നമ്മൾ ഇറങ്ങി പണി ചെയ്ത് വിയർക്കണം, വിയർത്ത കാശ് കൊണ്ട് കഴിക്കണം എന്നൊക്കെ പറയും. വിയർപ്പിൽ നിന്ന് അധ്വാനിക്കണം. അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണ് AC മേടിച്ച് വെക്കുന്നത്. അധ്വാനിക്കാൻ ഇഷ്ടമില്ലാത്തവർ. അതെ. അല്ല, വിയർക്ക് അധ്വാനിക്കാൻ ഇഷ്ടമില്ലാത്തവർ. അവർക്ക് അധ്വാനിക്കുന്നുണ്ടാണല്ലോ AC മേടിക്കുന്നത്. വിയർക്കുന്നവർ AC മേടിക്കത്തില്ല. ഒരു വിയർപ്പ് മാത്രമേ ഉള്ളൂ, ഒരു വിയർത്തോണ്ടിരിക്കത്തേ ഉള്ളൂ. അതാണ്. അപ്പൊ നമ്മള് വിയർക്കാതെ അധ്വാനിക്കണം എന്നാണ് താങ്കൾ? തീർച്ചയായും. വിയർക്കാതെ അധ്വാനിച്ചാൽ AC വാങ്ങാം. AC ഉണ്ടെങ്കിലല്ലേ വിയർക്കായിരിക്കും. ഇത് വലിയ പാരഡോക്സ് ആണ്. അതെ. എവിടെ തുടങ്ങുന്നു എവിടെ തീർന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിയർപ്പിന്റെ വില ആണ്. വലിയ വിലയൊന്നുമില്ല വിയർപ്പിന്. വിയർപ്പിന്റെ വില കൊണ്ട് ഇന്നൊരു AC വാങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. AC നല്ല വിലയാണ്. AC ഭയങ്കര വില. വിയർപ്പിനാണോ AC ക്കാണോ വില? AC വില. കാരണം പാവപ്പെട്ടവന് വിയർപ്പുണ്ട്, AC ഇല്ലല്ലോ. വിയർപ്പിനാണ് വില എന്നുണ്ടെങ്കിൽ ഈ വിയർക്കുന്നമാരല്ല AC വേണ്ടേ? മാരൊന്നും AC ഇല്ലല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എത്ര AC വേണമല്ലോ? നമ്മൾ വിയർത്തോണ്ടിരിക്കല്ലേ. AC വരുന്നില്ല. അതൊരു വലിയ ഇതായി. ഈ വിയർക്കും തോറും നമ്മുടെ ശരീരത്തിലുള്ള ജലം എങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അതെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജലം കുടിച്ചോണ്ടിരിക്കണ്ടേ. അപ്പൊ നമ്മൾ വീണ്ടും വിയർക്കും. അപ്പൊ കുടിക്കാതിരുന്നാ പോരും, വിയർക്കാതിരിക്കാം. അപ്പൊ കുടിക്കാതിരുന്ന അങ്ങനെ വിയർപ്പായിട്ട് പോകും. വിയർപ്പായിട്ട് പോകണ്ട, വിയർക്കുന്നല്ലേ ഇവിടുത്തെ പ്രശ്നം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു. ഇപ്പൊ നമ്മളെ ജലം ഇല്ലെന്ന് വെച്ചു നമ്മുടെ ശരീരത്തിൽ വിയർത്ത് പിന്നെ ഒരു അതായത് ദേഹത്തുള്ള എല്ലാ വറ്റി അത് കഴിഞ്ഞ് നമ്മൾ വിയർക്കത്തില്ലേ? ചോര പോകും വിയർപ്പ്. ചോര നീരാക്കുന്ന എടുത്തില്ലേ? ചോര നീരാവും, അതാണ് സംഭവം. പിന്നെ ചോര വരും കൈ കൂടെ. ശരീരത്തിൽ ഒരു തുള്ളി ജലം ഇല്ലാതെ വന്ന് പിന്നെ വരുന്നത് ചോര ഇല്ലാതെ വരും. ചോര തീർന്നാലോ? ചോര തീർന്നാൽ പിന്നെ എന്തെങ്കിലും വരാനുണ്ടോ സുഹൃത്തെ? പിന്നെ നമ്മൾ തീരുമാനിക്കും അല്ലേ? പിന്നെ നമ്മൾ തീരും, അത് ഉറപ്പ്.